ഇന്നത്തെ വീഡിയോയിൽ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരുന്നേ. ആ ഒരു സമയത്ത് വെറുതെ കുട്ടികളെയും കൊണ്ട് ചുമ്മാ ഒന്ന് ആടയ്ക്കും ചുറ്റി കാണാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീടൊക്കെ പൂട്ടി അങ്ങനെ ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ കടന്ന് മുകളിലോട്ട് ചെല്ലുന്ന ആ ഒരു ഭാഗത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ അവർക്ക് ട്രെയിനും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടെ നമ്മുടെ വീടിനടുത്ത് നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുട്ടികൾ 3 പേരും ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ബൈക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്തി. ഇത് പെരുന്നാൾ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കൊല്ലത്തിന് തൊട്ട് മുമ്പുള്ളതായിട്ടുള്ളതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇങ്ങനെ നിന്ന് കേട്ടോ. അങ്ങനെ ട്രെയിനൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം കുട്ടികൾക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അപ്പുറത്ത് ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇവരെയും കൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിനൊക്കെ വരുന്ന ആ ഒരു സമയം ആയെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഇവരെയും കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഇറങ്ങുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു പാലം പോലെ. അപ്പം ഞങ്ങൾ അതിൽ കയറിയിട്ട് ഇപ്പുറത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർ ഇങ്ങനെ കിടന്ന് കുരുത്തക്കേട് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവരെ പിടിച്ച് ഞങ്ങൾ നേരെ പറഞ്ഞ് നമുക്ക് ഇതിലേ അങ്ങ് അപ്പുറം പോകാമെന്നും പറഞ്ഞിട്ട് ഇവരെയും കൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ ഇതിലേ കൂടെ കയറിയിട്ട് അങ്ങ് അപ്പുറത്ത് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സൈഡിലായിട്ട് കുറേ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കണ്ടിട്ട് ഇളയാളിങ്ങനെ നോക്കി അതിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിക്കുമായിരുന്നേ. അതിൻ്റെ ഫ്രണ്ടായിട്ട് കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. കുറേ പൂവൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ നേരെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നേ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ചുകൂടെ നിന്നപ്പോഴത്തേക്ക് ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കേട്ടു. അപ്പം മനസ്സിലായി ട്രെയിൻ വരാൻ സമയമായെന്ന്. അങ്ങനെ ആദ്യത്തെ ആ ഒരു ട്രെയിൻ പോയി. അങ്ങനെ കുട്ടികൾ കുറേ നേരം അത് നോക്കി ഇങ്ങനെ കൗതുകത്തോടെ നിന്ന് കേട്ടോ. ഇവർ പൊടിപ്രായത്തിൽ നമ്മൾ ട്രെയിനിൽ കയറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അറിയാറായതിന് ശേഷം ഇവർ കയറിയിട്ടില്ല. അപ്പോൾ ഇതിൽ കയറണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ അവിടെ പോകാനായിട്ട് വന്നതല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യും, നമുക്കൊരു ദിവസം പോവാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ട്രെയിൻ പോയതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്കങ്ങ് പോവാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ മുകളിലൂടെ കയറി ഇപ്പുറത്തെ സ്റ്റെപ്പൊക്കെ കയറി വരാൻ അടുത്ത ട്രെയിനും പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടിട്ട് ഈ ഒരു സ്റ്റേഷനിൽ മിക്ക ട്രെയിനും സ്റ്റോപ്പില്ല കേട്ടോ. അത് അത്യാവശ്യം ആൾക്കാരൊക്കെ അപ്പോഴേക്കും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരവും കൂടെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ തൊട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പെരുമൺ പാലമൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറേ നേരം നിന്നായിരുന്നേ. അങ്ങനെ അതിൻ്റെ ആ ഒരു ഭാഗത്ത് മീൻ വളർത്തുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. ആ ഓറഞ്ച് ഒരു ടെൻറ്റ് പോലെ ഇങ്ങനെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു. ഇവിടെ നല്ലൊരു വൈബാണ് കേട്ടോ നിൽക്കാനായിട്ട്. നല്ല കാറ്റും ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ കസേരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. അങ്ങനെ കുട്ടികൾക്കാണെങ്കിൽ അതിൽ കൂടെ മീനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ കണ്ടിട്ട് അവരിങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ നിന്നു. ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് അധികം വീടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ 1-2 വീടുകളുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരു പ്രത്യേക വൈബായിരിക്കും കേട്ടോ. എത്ര ചൂടായാലും നല്ല തണുത്ത ആ ഒരു അന്തരീക്ഷമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അപ്പോഴേക്കും ഇവർ തകർത്ത് കളിയും കാര്യങ്ങളും പിന്നെ കുറേ കല്ലൊക്കെ പറക്കി കായലിലോട്ട് എറിഞ്ഞ് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ചൂണ്ടയിടാനൊക്കെ ആളുകൾ വരുന്നൊരു ഏരിയയാണ് കേട്ടോ. ഇന്നിപ്പം വലുതായിട്ടൊന്നും ആരെയും കണ്ടില്ല. എങ്കിലും ഞങ്ങൾ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പം ഒരു ചേട്ടൻ അവിടെ ചൂണ്ടയിടുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് കണ്ടില്ലേ ചെമ്പരത്തി കൊണ്ടാണ് കേട്ടോ ഈ ഒരു വേലി പോലെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് മതിലിന് പകരം. പക്ഷെ അതൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. മതിലിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നിപ്പോൾ. അത് കറക്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ ഒരേ രീതിക്ക് ഇങ്ങനെ ചെയ്തെടുത്തേക്കാണ്. നല്ലൊരു ഭംഗിയാട്ടോ അത് കാണാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരവും കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ചേട്ടൻ അവിടെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ട് പോയിട്ടൊന്ന് തിരക്കാം, മീൻ വല്ലതും കിട്ടിയോ എന്നൊക്കെയോ തിരക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ അന്നേരം വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇട്ട് തുടങ്ങിയതേ ഉള്ളായിരുന്നു കേട്ടോ. അത്യാവശ്യം മീനൊക്കെ കിട്ടാറുണ്ടെന്നാണ് പറഞ്ഞത്.
അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇങ്ങനെ നിന്നിട്ട് വല്ലതും കിട്ടിയാലോ, അപ്പോൾ കുട്ടികൾക്കും കാണാം, ഒരു രസമല്ലേ എന്നും പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്ന്. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടും ഒന്നും അങ്ങോട്ട് ചൂണ്ടയിൽ കൊരുക്കുന്നില്ലായിരുന്നേ. അങ്ങനെ പിന്നെ കുറേ നേരം നിന്നും മടുത്തപ്പോൾ ഞങ്ങൾ അങ്ങ് പോകാനായിട്ടുള്ള രീതിയായി കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് ചൂണ്ടയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ചൂണ്ടയിട്ടൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ പുള്ളി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. അങ്ങനെ ഈ ഒരു ഭാഗം ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അപ്പോഴത്തേക്ക് പിന്നെ മോനൊക്കെ അങ്ങ് വീട്ടിൽ പോകാനുള്ള ആ ഒരു ഇതായി കേട്ടോ. ഇളയാൾക്ക് നിർബന്ധമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങ് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ട് കേട്ടോ, അവിടെയും കൂടെ കയറാനായിട്ടാണ് വന്നത്. അങ്ങനെ അവിടെയൊക്കെ കയറിയിട്ട് പിന്നെ ഞങ്ങളങ്ങ് നേരെ അങ്ങ് വീട്ടിലോട്ട് പോകുമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കേ.